ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ആരംഭം ജ്യോതിഷപരമായ അർത്ഥത്തിൽ ഒരു പുതിയ യുഗത്തിൻ്റെ വിളംബരമാണ്. കാലത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന ഗ്രഹസഞ്ചാരങ്ങൾ ഈ വർഷം അസാധാരണമായ തീക്ഷ്ണതയോടെയാണ് സംഭവിക്കുന്നത്. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയാധിപനായ വ്യാഴം മിഥുനൻ രാശിയിൽ നിൽക്കുന്നതും ശനി മീനത്തിൽ തുടരുന്നതും ജനുവരി മാസത്തിലെ ഫലങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ സാമ്പത്തിക ഫലം, സ്വഭാവ ഫലം എന്നീ വീഡിയോകൾക്കായി നിങ്ങളുടെ നക്ഷത്രം കമൻ്റായി രേഖപ്പെടുത്തുക. ജനുവരി മാസത്തിൻ്റെ ആദ്യ ദിനങ്ങൾ തന്നെ പ്രക്ഷുബ്ധവും എന്നാൽ ഉൽപാദനക്ഷമവുമായ ഒരു ആകാശഘടനയാണ് വാഗ്ദാനം ചെയ്യുന്നത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അവയുടെ സാധാരണ പരിധിക്കപ്പുറം സഞ്ചരിക്കുന്നു. ജ്യോതിഷ തത്വമനുസരിച്ച് ഗ്രഹങ്ങൾ പരിധിക്ക് പുറത്ത് സഞ്ചരിക്കുമ്പോൾ അവയുടെ സ്വാഭാവികമായ ഫലങ്ങൾ കൂടുതൽ തീവ്രവും അപ്രതീക്ഷിതവുമാകുന്നു. വ്യക്തികളിൽ സ്വയം നിയന്ത്രണം കുറയാനും അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള പ്രവണത ഈ കാലയളവിൽ വർദ്ധിക്കും. പൂരാട നക്ഷത്രക്കാർ ധനുരാശിയുടെ ഭാഗമായതിനാൽ ഈ മാറ്റങ്ങൾ അവരുടെ വ്യക്തിത്വത്തെയും ആശയവിനിമയത്തെയും നേരിട്ട് ബാധിക്കാനാണ് സാധ്യത കാണുന്നത്. മകരൻ രാശിയിലെ ഗ്രഹങ്ങളുടെ കേന്ദ്രീകരണം ഈ മാസത്തെ മറ്റൊരു പ്രധാന സവിശേഷത കൂടിയാണ്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങൾ മകരത്തിൽ ഒത്തുചേരുന്നത് ഒരു ചതുർഗ്രഹ യോഗം സൃഷ്ടിക്കുന്നു. ഇത് പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കാനും കർമ്മരംഗത്ത് പുതിയ തുടക്കങ്ങൾ കുറിക്കാനും സഹായിക്കും. പൂർവ്വ ആഷാഢ അഥവാ പൂരാടം ശുക്രന്റെ ഭരണത്തിന് കീഴിലുള്ളതും വിജയത്തിൻ്റെ പ്രതീകവുമായിട്ടുള്ള ഒന്നാണ്. ആനക്കൊമ്പ് ചിഹ്നമായി വരുന്ന ഈ നക്ഷത്രം തോൽപ്പിക്കാൻ കഴിയാത്തത്ര ഊർജത്തെയും നവീകരണത്തെയും പ്രതിനിധീകരിക്കുന്നു. 2026 പൂരാട നക്ഷത്രക്കാർക്ക് ഭാഗ്യവും പുരോഗതിയും നിറഞ്ഞ ഒരു വർഷമായാണ് പ്രവചിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ശനി 4ാം ഭാവത്തിൽ തുടരുന്നതിനാൽ ചില മാനസിക സമ്മർദ്ദങ്ങളും ഗ്രഹ അന്തരീക്ഷത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ജനുവരി മാസത്തിൽ ഈ പശ്ചാത്തലത്തിലെ ഊർജ്ജം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശകലനം ചെയ്യാം നമുക്ക്. പൂരാട നക്ഷത്രക്കാർ 2026 ജനുവരി മാസത്തിൽ ഔദ്യോഗിക രംഗത്ത് സമ്മിശ്ര ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ 4ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീന നിമിത്തം ജോലിഭാരവും മാനസികമായ തളർച്ചയും അനുഭവപ്പെടും. എന്നാൽ ജനുവരി 16 ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചസ്ഥിതിയിൽ എത്തുന്നതോടെ കർമ്മരംഗത്ത് വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. ചൊവ്വയുടെ ഈ കരുത്ത് പൂരാട നക്ഷത്രക്കാർക്ക് നേതൃപാടവ് നൽകുകയും മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിലോ പരീക്ഷകളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അതീവ ഗുണകരമാണ്. പരീക്ഷകളും ഇന്റർവ്യൂകളിലും പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സെയിൽസ്, മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഹുവിൻ്റെ 3ാം ഭാവത്തിലെ സ്ഥിതി വലിയ വരുമാന വർധനവിനും പുതിയ കരാറുകൾക്കും വഴിതെളിക്കും. വ്യാഴത്തിൻ്റെ 7ാം ഭാവത്തിലെ സ്ഥിതി സഹപ്രവർത്തകരുടെ പിന്തുണ ഉറപ്പാക്കും. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വിശ്വാസം നേടിയെടുക്കാൻ പൂരാടൻ ജാതകർക്ക് സാധിക്കുന്നതായിരിക്കും. അഷ്ടമശനി 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിക്കുന്നതിനാൽ കഠിനാധ്വാനത്തിന് മാത്രമേ ഫലം ലഭിക്കൂ. പൂരാടൻ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഈ വർഷം സുസ്ഥിരതയുടെ കാലമാണ്. 2ാം ഭാവത്തിലെ അതായത് ധനസ്ഥാനം സൂര്യൻ്റെയും ബുധൻ്റെയും സാന്നിധ്യം വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. കടബാധ്യതകൾ തീർക്കാനും പഴയ ലോണുകൾ പുനഃക്രമീകരിക്കാനും ഈ മാസം അനുകൂലമായി കാണുന്നു. എങ്കിലും അർദ്ധാഷ്ടമ ശനിയുടെ സ്വാധീനം നിമിത്തം വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി അപ്രതീക്ഷിത ചിലവുകളൊക്കെ വരും. ഭൂമി സംബന്ധമായ ഇടപാടുകൾ, നിയമപരമായ വശങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നടത്തുക. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം ഉത്തമമായി കാണുന്നു. എന്നാൽ ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നും വിട്ടുനിൽക്കുന്നതായിരിക്കും ഉചിതം. സാമ്പത്തികമായി ആസൂത്രണം ചെയ്യേണ്ടത് വരുമാനം, കൃത്യമായ വരുമാന വർധനവ്, ഇൻസെൻറ്റീവുകൾ എന്നിവ ശ്രദ്ധിക്കുക. ആഡംബരങ്ങൾ, ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഉചിതമായിരിക്കും. സമ്പാദ്യത്തിൽ ദീർഘകാല സമ്പാദ്യ പദ്ധതികൾ തുടങ്ങാം. സുരക്ഷിതമായ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നതും നല്ലതാണ്. പഴയ കുടിശ്ശികകൾ തീർക്കാൻ സാധിക്കും. പുതിയ കടബാധ്യതകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. കുടുംബജീവിതത്തിൽ പൂരാട നക്ഷത്രക്കാർക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന മാസമാണ് ഈ ജനുവരി. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും പരസ്പര ധാരണ വർദ്ധിക്കുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ 7ാം ഭാവത്തിലെ സ്ഥിതി അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. എങ്കിലും ശനിയുടെ 4ാം ഭാവത്തിലെ സ്ഥിതി മാതാവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാം. കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. സംഭാഷണങ്ങളിൽ മിതത്വവും ക്ഷമയും പാലിക്കുന്നത് കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. വിരുന്നുകളിലോ ആഘോഷങ്ങളിലോ പങ്കെടുക്കാൻ ഈ മാസം ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൂരാട നക്ഷത്രക്കാർ ജനുവരിയിൽ അതീവ ശ്രദ്ധ പുലർത്തുക. ജോലിഭാരം നിമിത്തം മാനസികമായ ഉത്കണ്ഠയും ഉറക്കക്കുറവുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ഇവയുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതും
ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ശനിയുടെ 4-ാം ഭാവത്തിലെ സ്ഥിതി കാരണമായേക്കുമെന്നും പറയുന്നു. പതിവായ വ്യായാമവും യോഗയും ശാരീരികക്ഷമത നിലനിർത്താൻ സഹായിക്കും. ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും ദഹന പ്രശ്നങ്ങളും അസിഡിറ്റിയും ഒക്കെ ഒഴിവാക്കാൻ അത്യാവശ്യമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. ചെറിയ അപകട സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പുതിയ അവസരങ്ങളുടെ വാതിൽ തുറക്കുന്നു. ബുധൻ്റെയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുന്നതായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ ലഭിക്കാനാണ് സാധ്യത. സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് നൂതനമായ പ്രോജക്റ്റുകൾ ഏർപ്പെടാൻ അവസരം വന്നു ചേരും. ഗവേഷണ മേഖലയിലുള്ളവർക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാനും തങ്ങളുടെ ബന്ധങ്ങൾ വിജയകരമായി അവതരിപ്പിക്കാനും ഈ കാലയളവ് അനുയോജ്യമാണ്. അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ഭാവി പഠനത്തിന് വലിയ മുതൽക്കൂട്ടാക്കും. 2026 ജനുവരി മാസത്തിലെ ഏറ്റവും നിർണായകമായ ഗ്രഹമാറ്റം നെപ്റ്റ്യൂണിൻ്റെ രാശിമാറ്റമാണ്. ഏകദേശം 165 വർഷങ്ങൾക്ക് ശേഷമാണ് നെപ്റ്റ്യൂൺ വീണ്ടും മേടൻ രാശിയിലെത്തുന്നത്. ഇത് പൂരാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മീയ വിപ്ലവത്തിൻ്റെ തുടക്കമാണ്. കഴിഞ്ഞ കാലങ്ങളെ നിങ്ങളെ പിടിച്ചു നിർത്തിയ അനാവശ്യ ഭയങ്ങളെയും തെറ്റായ ധാരണകളും ഈ കാലയളവിൽ അലിഞ്ഞു പോകും. സ്വയം അസ്തിത്വത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും പുതിയ അവബോധം ഈ മാസത്തിൽ മുതൽ നിങ്ങളിൽ വളർന്നു തുടങ്ങും. അർദ്ധാഷ്ടമ ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാൻ പൂരാട നക്ഷത്രക്കാർക്ക് 2026 ജനുവരിയിൽ ചില പരിഹാര മാർഗങ്ങൾ ചെയ്യാവുന്നതാണ്. ദിവസവും വൈകുന്നേരങ്ങളിൽ ഹനുമാൻ ചാലിസ ഭക്തിപൂർവ്വം ജപിക്കുക. ഓം ശം ശനൈശ്വരേ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ശനിയുടെ കാഠിന്യം കുറയ്ക്കും. വൃദ്ധസദനങ്ങളിലോ അശരണർക്കോ ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവ ശനിയാഴ്ചകളിൽ ദാനം നൽകുക. സ്വന്തം മാതാവിനെ ശുശ്രൂഷിക്കുന്നത് ശനി ദോഷത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരമാണ്. തിങ്കളാഴ്ചയിലും ശനിയാഴ്ചയിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രദക്ഷിണം വയ്ക്കുക. ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറമുള്ള വസ്തുക്കളോ ഭക്ഷണമോ ദാനം ചെയ്യുക. പൂരാട നക്ഷത്രത്തിൻ്റെ ചിഹ്നമായ ആനയെ സംരക്ഷിക്കുന്നതിനോ ഗജപൂജ നടത്തുന്നതിനോ ശ്രദ്ധിക്കുക. 2026 ജനുവരി മാസം പൂരാടൻ നക്ഷത്രക്കാർക്ക് ഭാഗ്യദുർഭരമായ ഒരു വർഷത്തിൻ്റെ ഉത്തമ തുടക്കമായിരിക്കും. ഗ്രഹദോഷങ്ങൾ പരിഹരിക്കുന്നതിലൂടെയും പ്രായോഗികമായ ജീവിതശൈലി സ്വീകരിക്കുന്നതിലൂടെയും ഈ കാലയളവിനെ പൂർണ്ണ ഐശ്വര്യമാക്കി മാറ്റാൻ സാധിക്കും.